നമസ്കാരം. സ്വതന്ത്ര ഇന്ത്യയുടെ ഊർജ സ്വയം പര്യാപ്തതയിലും നയതന്ത്ര വളർച്ചയിലും സുവർണരേഖയെ അടയാളപ്പെടുത്താവുന്ന ഒന്നാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ അന്തിമ രൂപം നൽകിയ ചരിത്രപ്രധാനമായ യുറേനിയം കരാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിൻ്റെ പ്രാബല്യത്തിൽ വന്ന ഈ ധാരണ 2014 ഒപ്പുവെക്കുകയും 2015 പ്രാബല്യത്തിൽ വരികയും ചെയ്ത സിവിൽ ആണവ സഹകരണ കരാറിനെ പ്രായോഗിക തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിയമപരമായ ചട്ടക്കൂടുകൾ ദശാബ്ദത്തിലേറെയായി നിലനിന്നിരുന്നു എങ്കിലും വാണിജ്യപരവും ഭരണപരവുമായ അവസാന തടസ്സങ്ങളും നീക്കിക്കൊണ്ട് അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ സിവിലിയൻ ആണവ നിലയങ്ങളിലേക്ക് ദീർഘകാലത്തേക്ക് യുറേനിയം ഇറക്കുമതി ചെയ്യാൻ ഈ നീക്കം വഴി തുറക്കുന്നു. ഇന്ത്യയുടെ ആണവോർജ മേഖലയുടെ വികസനത്തിൽ വലിയൊരു നാഴികക്കല്ലായി മാറുന്ന ഈ കരാർ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടത്തിനുമപ്പുറം ഇന്തോ പസഫിക് മേഖലയിൽ വളർന്നു വരുന്ന ശക്തമായ തന്ത്രപ്രധാന സഹകരണത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ്. ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചിട്ടില്ലാത്ത ഒരു രാജ്യത്തിന് യുറേനിയം നൽകുന്നതിനോട് തുടക്കത്തിൽ വലിയ വിമുഖത കാണിച്ചിരുന്ന ഓസ്ട്രേലിയ തങ്ങളുടെ നിലപാടിൽ വരുത്തിയ മാറ്റം ഭാരതത്തിൻ്റെ നയതന്ത്ര വിജയമാണ് വ്യക്തമാക്കുന്നത്. 2005 ഇന്ത്യ US സിവിൽ ആണവ കരാറിനും 2008 ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പിൻ്റെ പ്രത്യേക ഇളവിനും ശേഷം സൈനിക ആവശ്യങ്ങൾക്കുള്ള ആണവ കേന്ദ്രങ്ങളെയും സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ളവയും വേർതിരിച്ച് ഇന്ത്യ കാണിച്ച ഉത്തരവാദിത്ത ബോധം ആഗോളതലത്തിൽ ഇന്ത്യയോടുള്ള കാഴ്ചപ്പാട് പൂർണ്ണമായി മാറ്റിയെഴുതാൻ സഹായിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തമുള്ള ഒരു ആണവ ശക്തിയായി ഭാരതം ലോകത്തിന് മുന്നിൽ സ്വയം തെളിയിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയുമായി കൈവരിച്ചിരിക്കുന്ന ഈ വലിയ തന്ത്രപ്രധാനമായ പരസ്പര വിശ്വാസം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് ഈ കരാർ യാഥാർത്ഥ്യമാകുന്നത്. രാജ്യത്തെ ആഭ്യന്തര യുറേനിയം ശേഖരം അളവിലും ഗുണനിലവാരത്തിലും പരിമിതമായതിനാൽ തന്നെ സാങ്കേതികമായി മികച്ച ആണവ റിയാക്ടറുകൾ കൈവശമുണ്ടായിട്ടും ആവശ്യത്തിന് വേഗതയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മുൻകാലങ്ങളിൽ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല. 2008 ശേഷം റഷ്യ, കസാഖിസ്ഥാൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഇതിനൊരു പരിധിവരെ പരിഹാരമായെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ യുറേനിയം നിക്ഷേപമുള്ള ഓസ്ട്രേലിയയുമായുള്ള സഹകരണം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കൂടുതൽ കരുത്തും വിശ്വാസ്യതയും പകരുന്നു. ആഗോള വിതരണ ശൃംഖലകൾ വിവിധ ഭൗമ രാഷ്ട്രീയ കാരണങ്ങളാൽ നിരന്തരം തടസ്സപ്പെടുന്ന ഇക്കാലത്ത് ഒന്നിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. 2047 ആണവോർജ്ജ ഉൽപ്പാദനം 100 ഗിഗാവാട്ടായി ഉയർത്തുക എന്ന ഇന്ത്യയുടെ ബൃഹത്തായ ലക്ഷ്യത്തിന് ഏറ്റവും ആവശ്യമായ ഇന്ധന സുരക്ഷയാണ് ഈ കരാറിലൂടെ കൈവരുന്നത്. നിലവിൽ ഏകദേശം 9 ഗിഗാവാട്ട് മാത്രം ഉൽപ്പാദനശേഷിയുള്ള ഇന്ത്യക്ക് ഈ ലക്ഷ്യത്തിലെത്തണം എങ്കിൽ വൻതോതിലുള്ള വികസനം ആവശ്യമാണ്. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളായ സൗരോർജ്ജവും കാറ്റാടി യന്ത്രങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ചാഞ്ചാടുമ്പോൾ തടസ്സമില്ലാതെ തുടർച്ചയായി ലഭിക്കുന്ന ബേസ് ലോഡ് വൈദ്യുതി നൽകുവാൻ ആണവോർജ്ജത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. 2070 കാർബൺ ഉദ്വമനം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന രാജ്യത്തിൻ്റെ കാലാവസ്ഥാ സംരക്ഷണ ലക്ഷ്യങ്ങളിലേക്ക് അതിവേഗം മുന്നേറാൻ വിശ്വസനീയമായ യുറേനിയം വിതരണം ഇന്ത്യയെ പ്രാപ്തമാക്കും. ചെറിയ മൊഡ്യൂളർ റിയാക്ടറുകൾ ഉൾപ്പെടെയുള്ള ഭാവി പദ്ധതികളിൽ വലിയ സാമ്പത്തിക നിക്ഷേപം നടത്താൻ സാങ്കേതിക പങ്കാളികൾക്കും നിക്ഷേപകർക്കും ഇത് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. ഇന്ത്യയുടെ ആണവോർജ്ജ ആഗ്രഹങ്ങൾ കേവലം വൈദ്യുതി ഉൽപ്പാദനത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക, നയതന്ത്ര, പരിസ്ഥിതി ലക്ഷ്യങ്ങളുമായി അത് ആഴത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. പത്രസമ്മേളനങ്ങളിലും ആഗോള വേദികളിലും ഇന്ത്യ എന്ന വലിയ സാമ്പത്തിക ശക്തിയുടെ സാന്നിധ്യം ചർച്ചയാകുമ്പോൾ ഉയർന്ന സാമ്പത്തിക വളർച്ച നിലനിർത്താൻ അവിരാമമായ ഊർജ്ജ വിതരണം അത്യന്താപേക്ഷിതമായി മാറുന്നു. ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാവ തറക്കല്ലിട്ട 3 ഘട്ടങ്ങളായുള്ള ഇന്ത്യയുടെ ആണവ വികസന തന്ത്രം, അതായത് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകളിൽ തുടങ്ങി ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ വഴി ഇന്ത്യയിൽ സമൃദ്ധമായുള്ള തോറിയം നിക്ഷേപം ഉപയോഗപ്പെടുത്തുന്ന 3ാം ഘട്ടം വരെ സാങ്കേതിക സ്വയം പര്യാപ്തതയിലേക്കുള്ള ഭാരതത്തിൻ്റെ ദീർഘവീക്ഷണമാണ് പ്രകടമാക്കുന്നത്. വിഭാവനം ചെയ്തതിനേക്കാൾ വേഗത കുറഞ്ഞാണ് പദ്ധതികൾ പൂർത്തിയായത് എങ്കിലും ഇതിന് പിന്നിലെ തന്ത്രപരമായ കാഴ്ചപ്പാട് ഇപ്പോഴും ദൃഢമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ രൂപകൽപ്പന ചെയ്ത റിയാക്ടറുകൾക്കൊപ്പം വിദേശ രാജ്യങ്ങളുമായുള്ള കൃത്യമായ സഹകരണവും അത്യാധുനിക സാങ്കേതിക വിദ്യയിലേക്കും ഇന്ധന ശേഖരത്തിലേക്കും ഇന്ത്യ വഴിതുറന്നു നൽകുന്നുണ്ട്.
എന്നിരുന്നാലും അടിസ്ഥാന സൗകര്യ വികസനത്തിലെ കാലതാമസം, ഉയർന്ന നിർമ്മാണ ചെലവുകൾ, സങ്കീർണമായ നിയമ നടപടികൾ, സുരക്ഷയെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ആശങ്കകൾ, അണുവികിരണ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിലെ വെല്ലുവിളികൾ എന്നിവ ആണവ മേഖല നേരിടുന്ന പ്രധാന തടസ്സങ്ങളാണ്. സാങ്കേതിക മുന്നേറ്റങ്ങൾക്കൊപ്പം തന്നെ സുതാര്യമായ ഭരണ പരിഷ്കാരങ്ങളിലൂടെയും ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കുന്നതിലൂടെയും മാത്രമേ ഈ മേഖലയിൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ആണവ സഹകരണത്തിനുമപ്പുറം ഓസ്ട്രേലിയയുമായുള്ള ഭാരതത്തിൻ്റെ സമഗ്രമായ പങ്കാളിത്തത്തെയും ഈ കരാർ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. അപൂർവ ധാതുക്കൾ, ഹരിത ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജം, സമുദ്ര സുരക്ഷ, ആഗോള വിതരണ ശൃംഖലയുടെ സംരക്ഷണം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വേഗത്തിൽ വളരുകയാണ്. അതിനാൽ തന്നെ യുറേനിയം വ്യാപാരം എന്നത് ഇന്തോ പസഫിക് മേഖലയുടെ സുരക്ഷയും വികസനവും മുൻനിർത്തിയുള്ള വിശാലമായ സാമ്പത്തിക തന്ത്രപ്രധാന കൂട്ടുകെട്ടിൻ്റെ സ്വാഭാവികമായ തുടർച്ച മാത്രമാണ്. ആഭ്യന്തര തലത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ പൂർണ്ണമായി പരിഹരിച്ചില്ലെങ്കിൽ പോലും ഇന്ത്യയുടെ ആണവ നിലയങ്ങൾ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നമായ ഇന്ധനക്ഷാമത്തിന് പൂർണ്ണ പരിഹാരം കാണാൻ ഈ പുതിയ ധാരണയുടെ സാധിക്കുന്നു. അതേസമയം ഈ കരാർ ഇന്ത്യയുടെ സൈനിക ആവശ്യങ്ങൾക്കുള്ള ആണവ പദ്ധതികളെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഓസ്ട്രേലിയയിൽ നിന്നും വാങ്ങുന്ന യുറേനിയം IAEAയുടെ കർശന മേൽനോട്ടത്തിലുള്ള സിവിലിയൻ റിയാക്ടറുകളിൽ മാത്രമേ ഉപയോഗിക്കൂ എന്ന കൃത്യമായ വ്യവസ്ഥയുണ്ട്. എന്നാൽ സിവിലിയൻ ആവശ്യങ്ങൾക്ക് പുറത്തുനിന്നുള്ള ഇന്ധനം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര യുറേനിയം ശേഖരം സൈനിക ആവശ്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടാം എന്ന തരത്തിലുള്ള അനാവശ്യമായ ആശങ്കകൾ ചില വിമർശകർ ഉയർത്തുന്നുണ്ട്. എങ്കിലും പൂർണ്ണമായ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ സൈനിക ആണവ പദ്ധതികൾ ആഗോളതലത്തിൽ സ്വയം പ്രതിരോധത്തിനായി മാത്രം തയ്യാറാക്കിയവയാണ് എന്നും ശാസ്ത്രീയമായ വേർതിരിവുകൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്നും അന്താരാഷ്ട്ര സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ യുറേനിയം കരാർ ഇന്ത്യയുടെ ഭാവി ആണവോർജ്ജ വികസനത്തിനായുള്ള വലിയൊരു നിക്ഷേപവും ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഉത്തരവാദിത്തമുള്ള നയതന്ത്ര നിലപാടിനുള്ള വലിയൊരു അംഗീകാരവുമാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ യുറേനിയം വിതരണ കരാർ അന്തിമമാക്കിയത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെയും ഇന്തോ പസഫിക് മേഖലയിലെയും ശക്തി സന്തുലനത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഭാരതത്തിൻ്റെ ആണവോർജ്ജ മേഖലയ്ക്ക് പുതിയ ഊർജം പകർന്ന ഈ നീക്കം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്ധന വ്യാപാരം എന്നതിനുമപ്പുറം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലും ചൈനയിലും കടുത്ത ആശങ്കകൾക്കും നയതന്ത്ര ചലനങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ തന്ത്രപ്രധാനവും സാമ്പത്തികവുമായ വളർച്ചയെയും ആഗോളതലത്തിൽ കൈവരിക്കുന്ന പങ്കാളിത്തങ്ങളെയും എപ്പോഴും സംശയദൃഷ്ടിയോടെ കാണുന്ന ഇസ്ലാമാബാദിനും ബെയ്ജിങ്ങിനും ഈ കരാർ വ്യക്തമായ ഒരു രാഷ്ട്രീയ നയതന്ത്ര സന്ദേശമാണ് നൽകുന്നത്. ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെക്കാത്ത ഒരു രാജ്യമായിരുന്നിട്ടും ഇന്ത്യക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര അംഗീകാരം ഇരു രാജ്യങ്ങളെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ ഉണ്ടാക്കുന്ന ആഘാതം പ്രധാനമായും നയതന്ത്രപരവും സൈനികവുമായ തലങ്ങളിലാണ്. NPTയിൽ ഒപ്പുവയ്ക്കാത്ത ഇന്ത്യക്ക് ആഗോളതലത്തിൽ ലഭിക്കുന്ന ഇളവുകളും സ്വീകാര്യതയും തങ്ങൾക്കും ലഭിക്കണമെന്ന് കാലങ്ങളായി പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര സമൂഹം അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. അബ്ദുൽ ഖാദർ ഖാന്റെ നേതൃത്വത്തിൽ നടന്ന ആണവ സാങ്കേതിക വിദ്യാ ചോർച്ചയും ഭീകരവാദ ബന്ധങ്ങളും കാരണം വിശ്വസിക്കാൻ കൊള്ളാത്ത ആണവ രാജ്യമായിട്ടാണ് പാകിസ്ഥാനെ ഇന്ന് ലോകം കാണുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ NPTക്ക് പുറത്തുള്ള ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം നിക്ഷേപമുള്ള ഓസ്ട്രേലിയയിൽ നിന്ന് തടസ്സമില്ലാതെ ഇന്ധനം ലഭിക്കുന്നത് പാകിസ്ഥാന്റെ വിദേശ നയത്തിനേറ്റ വലിയ തിരിച്ചടി കൂടിയാണ്. കൂടാതെ സിവിലിയൻ ആവശ്യങ്ങൾക്കായി ഇറക്കുമതി ചെയ്യുന്ന യുറേനിയം ഉപയോഗിക്കുന്നതിലൂടെ ഇന്ത്യയുടെ തദ്ദേശീയമായ യുറേനിയം ശേഖരം മറ്റ് തന്ത്രപ്രധാന ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കാൻ ഭാരതത്തിന് സാധിക്കാമെന്ന അനാവശ്യ ഭീതിയും പാകിസ്ഥാൻ ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക ഊർജ്ജശേഷി ദ്രുതഗതിയിൽ ഉയരുന്നത് ദക്ഷിണേഷ്യയിലെ പരമ്പരാഗത ശക്തി സന്തുലനം തങ്ങൾക്ക് പൂർണ്ണമായും പ്രതികൂലമാക്കുമെന്നും ഇസ്ലാമാബാദ് ഭയപ്പെടുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ ഉയർത്തുന്നത് തികച്ചും വ്യത്യസ്തവും വിശാലവുമായ ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളാണ്. ഇന്തോ പസഫിക് മേഖലയിൽ ചൈന നടത്തുന്ന ഏകപക്ഷീയമായ അധിനിവേശ നീക്കങ്ങളെയും സ്വാധീനത്തെയും പ്രതിരോധിക്കാൻ രൂപീകരിച്ച ചതുർരാഷ്ട്ര സഖ്യം അഥവാ ക്വാഡ് സഖ്യത്തിലെ പ്രമുഖ പങ്കാളികളാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും. ഓസ്ട്രേലിയയുമായി ഇന്ത്യ കൈവരിക്കുന്ന സാമ്പത്തികവും തന്ത്രപ്രധാനവുമായ ഈ അടുത്ത ബന്ധം ചൈനയുടെ പ്രാദേശിക മേധാവിത്വ മോഹങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ്. സാമ്പത്തികമായി അതിവേഗം വളരുന്ന ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ സുരക്ഷിതമാകുന്നതോടെ ആഗോള നിർമ്മാണ മേഖലയിലും വ്യവസായ രംഗത്തും ചൈനയ്ക്ക് ഇന്ത്യ വലിയൊരു ഭീഷണിയായി മാറും. മാത്രമല്ല, ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പ് അംഗത്വത്തിനായി ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെ നിരന്തരം വീറ്റോ അധികാരം ഉപയോഗിച്ച് തടയുന്ന ചൈനയ്ക്ക് ഇത്തരം ഉഭയകക്ഷി കരാറുകളിലൂടെ ഇന്ത്യ രാജ്യാന്തര തലത്തിൽ കൈവരിക്കുന്ന വിജയം കടുത്ത നയതന്ത്ര പരാജയമാണ് സമ്മാനിക്കുന്നത്. തീർച്ചയായും ഇരു രാജ്യങ്ങളും ഈ കരാറിനെതിരെ അന്താരാഷ്ട്ര വേദികളിൽ കടുത്ത എതിർപ്പുമായി രംഗത്ത് വരാൻ സാധ്യതകളേറെയാണ്. ഓസ്ട്രേലിയൻ യുറേനിയം ലഭിക്കുന്നത് വഴി ഇന്ത്യക്കുണ്ടാകുന്ന അകറ്റാവുന്ന ഇന്ധന ലാഭം
സിവിലിയൻ ഇതര മേഖലയ്ക്ക് വഴിതിരിച്ച് വിട്ടേക്കാമെന്ന പഴയ വാദം ഉന്നയിച്ച് പാകിസ്ഥാൻ അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയിലടക്കം പരാതിപ്പെട്ടേക്കാം. എന്നാൽ IAEA പൂർണ്ണമായ നിരീക്ഷണത്തിലാണ് കരാർ പ്രവർത്തിക്കുന്നത് എന്നതിനാൽ ഈ വാദങ്ങൾക്ക് ആഗോളതലത്തിൽ വലിയ പിന്തുണയൊന്നും ലഭിക്കാൻ പോകുന്നില്ല. അതേസമയം പാകിസ്ഥാനെ മുൻനിർത്തി ഇന്ത്യക്കെതിരെ ആണവ സന്തുലന വാദങ്ങൾ ഉന്നയിക്കാനും പാകിസ്ഥാന് കൂടുതൽ ആണവ സാങ്കേതിക വിദ്യകളും റിയാക്ടറുകളും നൽകിക്കൊണ്ട് പരോക്ഷമായി തിരിച്ചടിക്കാൻ ചൈന ശ്രമിക്കാനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ഇൻഡോ ഓസ്ട്രേലിയൻ യുറേനിയം കരാർ എന്നത് ഒരു ഊർജ്ജ ഇടപാടിനുമപ്പുറം ഏഷ്യയിലെ നയതന്ത്ര സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്ന വലിയൊരു ചുവടുവയ്പ്പാണ്. ഭാരതത്തെ ഒരു ഉത്തരവാദിത്തമുള്ള ആഗോള ശക്തിയായി ലോകം അംഗീകരിക്കുന്നതിൻ്റെ തെളിവായ ഈ കരാർ പാകിസ്ഥാന്റെ നയതന്ത്ര ഒറ്റപ്പെടൽ വർദ്ധിപ്പിക്കുകയും ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയെ തന്ത്രപരമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കൂടുതൽ കരുത്ത് പകരുകയും ചെയ്യുന്നു. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പുകളെയും വ്യാജ പ്രചാരണങ്ങളെയും വിദേശ നയ മികവിലൂടെ മറികടന്ന് സ്വന്തം ഊർജ്ജ സുരക്ഷയും തന്ത്രപ്രധാനമായ സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കാൻ ഈ കരാറിലൂടെ ഇന്ത്യക്ക് സാധിക്കും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.